യാഷിൻ്റെ ജീവിതകഥ വളരെ സംഭവബഹുലമാണ്. വളരെ സങ്കീർണമായ ജീവിതഘട്ടങ്ങളിലൂടെയാണ് യാഷ് കടന്നു വന്നിട്ടുള്ളത്. തികച്ചും യാദൃച്ഛികവും കഠിനാധ്വാനത്തിൻ്റെ വഴികളിലൂടെയുമായിരുന്നു യാഷിൻ്റെ യാത്ര. തനിക്കു വേണ്ടി മാത്രം ജീവിച്ച, തൻ്റെ ജീവിതത്തിന് വേണ്ടി മാത്രം പോരാടിയ ഒരു നടനായിരുന്നു യാഷ്. സിനിമ എന്ന സ്വപ്നവുമായി 300 രൂപയുമായി ബാംഗ്ലൂരിലേക്ക് ഒളിച്ചോടിയ യാഷിൻ്റെ ഒരിറ്റ് അമ്പരപ്പുളവാക്കുന്ന ജീവിതവഴിയിലെ അറിയപ്പെടാത്ത കഥകൾ നോക്കാം. 1986 ജനുവരി 8-ന് കർണാടകയിലെ ഹസൻ ജില്ലയിലെ ഭുവനഹള്ളി എന്ന നാട്ടിൻപുറത്തെ ഒക്കലിംഗ സമുദായത്തിലാണ് യാഷിൻ്റെ ജനനം. യഥാർത്ഥ പേര് നവീൻ കുമാർ ഗൗഡ. അച്ഛൻ അരുൺ കുമാർ KSRTCയിൽ ഡ്രൈവറായിരുന്നു. തെറ്റിദ്ധരിക്കേണ്ട, കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിലെ ഡ്രൈവറായിരുന്നു. അമ്മ പുഷ്പലത. അവർ വീടിനോട് ചേർന്ന് ഒരു ചെറിയ പച്ചക്കറി കട നടത്തുകയായിരുന്നു. ആ കടയിൽ സഹായിക്കുക എന്നുള്ളതായിരുന്നു കുഞ്ഞു യാഷിൻ്റെ പ്രധാന ചുമതല. ഏക അനുജത്തി നന്ദിനി. നിശ്ചിത വരുമാനം കൊണ്ട് തട്ടിമുട്ടിപ്പോകുന്ന ഒരു സാധാരണ കുടുംബം. അതിനാൽ തന്നെ മകൻ പഠിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവുക എന്നതായിരുന്നു അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. യാഷിൻ്റെ പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സ് പഠിച്ചത് മൈസൂർ മഹാരാജ എഡ്യൂക്കേഷൻ സൊസൈറ്റിയിലായിരുന്നു. അക്കാലത്ത് തന്നെ ആരാകണമെന്ന ചോദ്യത്തിന് തനിക്കൊരു നടനാകണമെന്നതായിരുന്നു യാഷിൻ്റെ മറുപടി. അങ്ങനെ സ്കൂളിൽ തന്നെ അദ്ദേഹത്തെ ഹീറോ എന്ന ഇരട്ടപ്പേരിലാണ് എല്ലാവരും വിളിച്ചിരുന്നത്. എന്തായാലും പഠനകാലം കഴിഞ്ഞ് അദ്ദേഹം തൻ്റെ വീട്ടിൽ ആഗ്രഹം പറഞ്ഞു. അഭിനയം പഠിക്കാൻ പോണം. എന്നാൽ വലിയൊരു നോ ആയിരുന്നു മറുപടി. ഒരു വിധത്തിലും രക്ഷിതാക്കൾക്ക് തൻ്റെ ആഗ്രഹത്തിന് കൂട്ടുനിൽക്കാൻ സാധിക്കില്ലെന്നും എന്നാൽ തനിക്ക് മറ്റു ഒന്നുമായി തീരണ്ട എന്നും യാഷ് ഉറപ്പിച്ചു. അങ്ങനെ ഒരു ഗോഡ് ഫാദറുമില്ലാതെ, യാതൊരു പരിചയവുമില്ലാതെ ആ നാട്ടിൻപുറത്തുകാരൻ പയ്യൻ ബാംഗ്ലൂർ എന്ന മഹാനഗരത്തിലേക്ക് ട്രെയിൻ പിടിച്ചു. ആകെയുണ്ടായിരുന്ന 300 രൂപ മാത്രം എടുത്ത് വീട്ടിൽ നിന്നൊരു ഒളിച്ചോട്ടം. എന്നാൽ നാട്ടിൻപുറത്തിൻ്റെ നിഷ്കളങ്കതയിൽ വളർന്ന താൻ ആദ്യമായി ബാംഗ്ലൂരിൽ എത്തുമ്പോൾ അന്തം വിട്ടുപോയി എന്നും വഴിയറിയാതെ ഒരു വേള അന്താളിച്ചു നിന്നുമെന്നും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അറിയുന്ന ജോലികൾ ചെയ്ത് പിടിച്ചു നിന്നു. അപ്പോഴും ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തിയില്ല. ആ യാതനകൾക്കിടയിലും തനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. അന്ന് കണ്ട സ്വപ്നങ്ങളാണ് ഇന്ന് തന്നെ താനാക്കിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എത്ര കഷ്ടപ്പെട്ടാലും ഒരു തിരിച്ചുപോക്കില്ലെന്നും അങ്ങനെ വന്നാൽ ഒരു രണ്ടാമൂഴം തനിക്കുണ്ടാവില്ലെന്നും അദ്ദേഹത്തിന് നിശ്ചയമുണ്ടായിരുന്നു. എന്തായാലും ആദ്യ അപരിചിതത്വം മാറിക്കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ യാഷ് തൻ്റെ വഴി കണ്ടെത്തി. അഭിനയത്തിലേക്ക് ചുവടുവയ്ക്കാൻ നാടകത്തെ ഗുരുവാക്കി. അങ്ങനെ നാടക ഗ്രൂപ്പിലൂടെ, നാടകങ്ങളിലൂടെ തൻ്റെ സ്വപ്നങ്ങളിലേക്ക് സഞ്ചരിച്ച യാഷിന് ടെലിവിഷനിൽ ആദ്യ അവസരം എത്തുന്നത് നന്ദഗോകുല എന്ന സീരിയലിൻ്റെ ഭാഗമായാണ്. അതിലഭിനയിച്ച ഒരു സാധാരണ സീരിയൽ നടനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്കുള്ള വഴി അത്ര എളുപ്പമായിരുന്നില്ല. യാഷിൻ്റെ ആദ്യ സിനിമാവസരം എത്തുന്നത് 2007 ജമ്പത ഹുഡ്ഗി എന്ന സിനിമയിൽ അതിഥി വേഷത്തിൽ ഒന്ന് തല കാണിക്കാനാണ്. ശേഷം 2008 മുഗിന മാനസു എന്ന ചിത്രത്തിൽ സഹതാരവേഷം. എന്നാൽ അതിലെ ഗംഭീര പ്രകടനത്തിന് അദ്ദേഹത്തിന് അക്കൊല്ലത്തെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർക്കുള്ള ഫിലിംഫെയർ പുരസ്കാരം കിട്ടി. ശേഷം റോക്കി, ഗോകുല തുടങ്ങി ഒരു പിടി ചിത്രങ്ങൾ. എന്നാൽ കാരിയറിലെ ആദ്യ ഹിറ്റ് സംഭവിക്കുന്നത് 2010-ലാണ്. മുതലശാല എന്ന ചിത്രത്തിന് ശേഷം അദ്ദേഹം കന്നഡയിലെ ഹിറ്റ് നടന്മാരുടെ ലിസ്റ്റിലേക്ക് തൻ്റെ പേരും എഴുതിച്ചേർത്തു. 2014 മിസ്റ്റർ ആൻഡ് മിസ്സിസ് രാമചാരി എന്ന സിനിമ റിലീസ് ചെയ്യുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കാരിയറിലെ 4ാമത്തെ അടുത്തടുത്തുള്ള സൂപ്പർ ഹിറ്റ് മാത്രമല്ല, സാൻഡൽവുഡിലെ കളക്ഷൻ റെക്കോർഡ് ഭേദിച്ച ചിത്രം കൂടിയായി. മറ്റൊരു സവിശേഷത കൂടി ആ ഹിറ്റ് ചിത്രത്തിനുണ്ട്. അതിലെ നായിക രാധിക പണ്ഡിറ്റ് തൻ്റെ ആദ്യകാല സീരിയൽ മുതൽ യാഷിനൊപ്പം ഒരു നിമിത്തം പോലെ കൂടെയുണ്ടായിരുന്ന നായികയെ തന്നെയാണ് യാഷ് ജീവിതത്തിലും സഖിയാക്കിയത്. 5 വർഷം നീണ്ട സുന്ദര പ്രണയകഥയും ഗോവയിൽ വെച്ച് നടന്ന രഹസ്യമായ എൻഗേജ്മെൻറ്റും ശേഷം നടന്ന ഇരുവരുടെയും വിവാഹവുമെല്ലാം
യാഷിൻ്റെയും രാധിക പണ്ഡിറ്റിൻ്റെയും സുന്ദരമായ ജീവിതത്തിൻ്റെ അടിത്തറ കാണിച്ചു തരുന്നു. എന്തായാലും അങ്ങനെ ഹിറ്റുകളുടെ നായകനായ കഠിനാധ്വാനിയായ യാഷ്, അദ്ദേഹത്തിൻ്റെ റോക്കിംഗ് സ്റ്റാർ എന്ന വിളിപ്പേരും സ്നേഹവും കന്നഡ ജനത വേണ്ടുവോളം നൽകിയെങ്കിലും അദ്ദേഹം തൃപ്തനായില്ല. സ്വർണ്ണഖനിയുടെ പശ്ചാത്തലത്തിൽ ഒരു ഗംഭീര സിനിമ, അത് ബാഹുബലിയെ കടത്തിവെട്ടുന്ന ഒരു ചിത്രം താൻ ചെയ്യുന്നുണ്ടെന്ന് ഒരിറ്റ അഭിമാനത്തോടെ തന്നെ അദ്ദേഹം പറഞ്ഞപ്പോൾ കന്നഡ സിനിമ ഇൻഡസ്ട്രിയല്ലേ ഞങ്ങൾക്കറിയാം എന്ന ഭാവമായിരുന്നു എല്ലാവർക്കും. എന്നാൽ ആ വിചാരങ്ങളെല്ലാം മാറിമറിഞ്ഞു. KGF എന്ന ചിത്രം വമ്പൻ വിജയമായി. ഇന്ത്യൻ സിനിമ വ്യവസായത്തിന് മുന്നിൽ സാൻഡൽവുഡിൻ്റെ തല ഉയർത്തിപ്പിടിച്ച സിനിമയായി. 5 ഭാഷകളിൽ മൊഴിമാറ്റം ചെയ്ത, 5 ഭാഷകളിലും വമ്പൻ വിജയം തീർത്ത ആദ്യ കന്നഡ സിനിമയായി. നമ്മൾ മലയാളികൾ ആസ്വദിച്ച് കൈയടിച്ച് കണ്ട ആദ്യ കന്നഡ ചിത്രമായി. കഠിനാധ്വാനവും സ്വപ്നങ്ങളും കൊണ്ട് മാസ് ആയ ഒരാൾ. അദ്ദേഹം തൻ്റെ കടമകൾ ഒരിക്കലും മറന്നില്ല. സാമൂഹ്യ സേവനത്തിനായി അദ്ദേഹം തൻ്റെ ഭാര്യയുമായി ചേർന്ന് യാഷോമാർഗ എന്ന സംഘടന രൂപീകരിക്കുകയും സജീവമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. അങ്ങനെ സിനിമകളിൽ മാത്രം മാസ് കാണിക്കുന്ന നടനല്ല താനെന്നും ഇത്തരം സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെയും സാമൂഹ്യ ഇടപെടലുകളിലൂടെയും യാഷ് തെളിയിച്ചു. മാത്രമല്ല, യാഷ് പറഞ്ഞ പോലെ കന്നഡ ഭാഷയെയും സിനിമയെയും ഇന്ത്യൻ സിനിമയുടെ, ലോക സിനിമയുടെ നെറുകയിലെത്തിച്ച് യാഷ് തൻ്റെ വാക്ക് പാലിച്ചു.